ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 5-ാമത്തെ ദിവസമാണ്. സമ്പത്താണ് നന്ദി, പരാതി ദാരിദ്ര്യം എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മുടെ പ്രാക്ടീസ്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പണത്തിനെക്കുറിച്ചുള്ള നമ്മളുടെ മനസ്സിലെ ചിന്തകളാണ് അതിനു കാരണം. അതിനു പുറമെ ഇപ്പോഴുള്ള സമ്പത്തിന് നന്ദിയുള്ളവരല്ല എന്നത് മറ്റൊരു കാരണവും കൂടിയാണ്. പണത്തിനെക്കുറിച്ചുള്ള പരാതി, പണത്തെക്കുറിച്ചുള്ള തർക്കം, പണത്തെപ്പറ്റി നിരാശ, എന്തിൻ്റെങ്കിലും വിലയെക്കുറിച്ചുള്ള വിമർശനം, അല്ലെങ്കിൽ പണത്തെപ്പറ്റി ആരിലെങ്കിലും മോശമായി കരുതുക എന്നിവയൊന്നും നന്ദിയുടെ പ്രകടനങ്ങളല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ധനസ്ഥിതി ഒരിക്കലും മെച്ചപ്പെടുത്തില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നത് വിഷയമല്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ല എന്ന ചിന്ത തന്നെ നന്ദികേടാണ്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള പണത്തോടുള്ള നന്ദികേട് നിങ്ങളിലെ നിലവിലെ സാഹചര്യം പൂർണ്ണമായും മനസ്സിൽ നിന്ന് എടുത്തു കളയണം. പകരം നിങ്ങൾക്കുള്ള പണത്തെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പണം മാന്ത്രികമായി വർദ്ധിക്കുന്നു. തീരെ കുറവുള്ള പണമുള്ള ഒരാൾക്ക് പണത്തിനു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്നൊരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടായിരിക്കുന്നതുവരെ ഒന്നും തന്നെ മാറില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കതൊരു പ്രചോദനമാകുക. ഇതുവരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പണം കൊണ്ട് നേടിയ വസ്തുക്കൾ, എഡ്യൂക്കേഷൻ, വാഹനം, ആഹാരം, വീട് തുടങ്ങിയ പണം കൊണ്ട് എന്തൊക്കെയാണോ നിങ്ങൾ നേടിയത്, ഇതെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞു തുടങ്ങുക. അപ്പോൾ സമ്പത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ഇമോഷൻസ് മാറും. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു കറൻസി നോട്ട് എടുത്തു വയ്ക്കുക. കൂടെ ഒരു പേപ്പറിൽ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച പണത്തിനു നന്ദി എന്ന വാചകം എഴുതിയ ഒരു പേപ്പർ ഈ കറൻസി നോട്ടിൻ്റെ കൂടെ പേഴ്സിൽ വയ്ക്കുക. എപ്പോഴൊക്കെയാണ് പേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വാചകം വായിക്കുക. ഇത് നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചുള്ള മനോഭാവത്തിന് തന്നെ മാറ്റമുണ്ടായി തുടങ്ങും. അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ പണം കൊണ്ട് നേടിയ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു തുടങ്ങുക. ആ നന്ദി പറയുമ്പോഴാണ് നമ്മളുടെ പണത്തിനെക്കുറിച്ചുള്ള മനോഭാവം തന്നെ മാറിത്തുടങ്ങുന്നത്. നമ്മളുടെ ഫോക്കസ് മുഴുവനും നമ്മൾക്കുള്ളതിലേക്ക് മാത്രമായി മാറുന്നു. എപ്പോഴൊക്കെ നമ്മളുടെ ഫോക്കസ് നമ്മൾക്കുള്ളതിലേക്ക് മാറുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് സമൃദ്ധി ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. 3-ാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആണ്. കിടക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ നമ്മളുടെ ഉള്ളം കൈയിൽ വെച്ച് നമ്മൾക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങൾക്കും, എല്ലാ ഓപ്പർച്യൂണിറ്റീസുകൾക്കും നന്ദി പറയുക. ഓരോന്നോരോന്നായി എടുത്തെടുത്ത് നന്ദി പറയുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡേ തയ്യാറാക്കിയ ഡ്രീം ലിസ്റ്റ് വായിക്കുക. ഈ 4 പ്രാക്ടീസാണ് ഇന്ന് ചെയ്യേണ്ടത്. താങ്ക് യു.